തിയേറ്റർ വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി അങ്ങനെയാണുള്ളത്. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, നൗഫലിൻ്റെ ഡയറക്ഷൻ സൈഡ്, നമ്മൾ ആ ടെക്നിക്കൽ സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് മാത്യുവിന് പറയാനുള്ളത്? നിങ്ങളെല്ലാവരും സിനിമ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിനും കൂടെ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ ഒരു 1.5 വർഷത്തെ ഒരു എഫേർട്ടാണ് ഈ സിനിമ. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ട് ആളുകളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഭയങ്കര ഹൈ ആയിരുന്നു. പേഴ്സണലി ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിലുപരി ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമ ചെയ്യാൻ ഒരു കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലും ഒരു ഫ്രീഡം തന്ന എൻ്റെ പ്രൊഡ്യൂസർക്ക് ആണ് എനിക്ക് ഞാൻ ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്താണ് സുഹൃത്തുക്കളെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഇടവും മലരിക്കുന്ന എല്ലാവരും എന്നെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് വന്ന ആളുകളാണ്. അപ്പം ഞാൻ കാലിക്കറ്റ് ഗലേറിയ മാളിൽ ഞങ്ങൾക്കൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വലിയ ക്രൗഡായിരുന്നു അവിടെ. അപ്പോൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറയണ പോലെ, ഞാൻ നിങ്ങൾ എന്നെ വിശ്വസിച്ച് വന്നത് തെറ്റില്ല, ഞാൻ ഇത്ര ആളുകളുടെ മുന്നിൽ വീണ്ടും വാക്ക് തരാന്ന് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ തിയേറ്ററിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. കണ്ട എല്ലാവരും നല്ല മോശം അഭിപ്രായം, എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഉറപ്പായിട്ടും. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് വന്ന എല്ലാം ഭയങ്കര പോസിറ്റീവ് കമൻസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞു, ഇതിൻ്റെ ഈ ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു പ്രോസസ്സിൽ ഞാനൊരു 10-18 വർഷമായിട്ട് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും എഡിറ്ററായിട്ടും അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത് എഡിറ്ററായി ഒരു 10-18 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നോർമലി ഒരു സിനിമ എന്താ പറയാ, അല്ല അങ്ങനെയല്ല നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമക്കാർ ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഭയങ്കര എനർജിയാണ് അത് നമുക്ക്. തൊട്ട് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ സിനിമ തിയേറ്ററിൽ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഒരു 1.5 വർഷത്തെ പരിപാടി ഉണ്ട് അതിൽ. അപ്പോൾ അത് ഒരുപാട് എഫേർട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രഷേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ ഈ അടുത്ത് ഒന്ന് ആലോചിച്ചിരുന്നു, ഇനി സിനിമ വേണ്ട, ഇനി പരിപാടി നമുക്ക് പറ്റാത്ത പരിപാടിയൊന്നും ആലോചിച്ചത്. പക്ഷെ ഇന്ന് സിനിമ തിയേറ്ററിൽ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും സിനിമ ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയാണ് ഉണ്ടായത്. ഒരുപാട് കുറച്ച് ഇമോഷണലാണ്, ഭയങ്കര ഹാപ്പിയാണ്. വാക്കുകളൊക്കെ തെറ്റിപ്പോവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, വളച്ചൊടിക്കരുത്. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ്. നമ്മൾ നോർമലി ഒരു സിനിമ ഒരു ഫസ്റ്റ് കട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് നോർമലി ഉമാരി കാശ് മുടക്കിയത് കാരണം എന്തായാലും കാണാനുള്ളൊരു ത്വര ഉണ്ടാവുമല്ലോ, ഇവരെന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡബിങ്ങിൻ്റെ മുന്നേ ഒരു ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സജിൻ ഉൾപ്പെടെ സിനിമ കണ്ടിട്ട് അന്ന് ഒരു 2.5 മണിക്കൂറായിരുന്നു ആ വേർഷൻ. അത് കണ്ടിട്ട് ഇവരെൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞത്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം സെറ്റ് എന്നാ പറഞ്ഞത്. അവിടെ ആയിരുന്നു സിനിമയുടെ ആദ്യത്തെ ഒരു വിജയം എന്ന് പറയണേ. അതിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയും എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. താങ്ക് യു. ഞങ്ങളെ സിനിമ ഇനിയും കുറെ ആളുകളോട്ട് ഇനി എത്താനുണ്ട്. അത് ഓർഗാനിക്കായിട്ട് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇതുവരെ അത് തെറ്റിയിട്ടില്ല. താങ്ക് യു.